ഏവരെയും ടീം ബോസിന്റെ അയുടെ എംറൈസ് അപ്പ് ട്രെയിനിങ്ങിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. യു ഗിവ് യുവർസെൽഫ് എ വെരി ഗുഡ് ഹാൻഡ് ഓഫ് അപ്ലാസ്. നമ്മൾ കഴിഞ്ഞ 3 ആഴ്ചയായി നടത്തുന്ന ട്രെയിനിങ്ങിന്റെ ഫൈനൽ ഡേയിലേക്ക് വരികയാണ്. ഇത് എംറൈസ് അപ്പ് ട്രെയിനിങ്ങിന്റെ 1.0 ആണ്. ഇനി 2.0യും 3.0യും ഒക്കെ ഇനി വരും. നിങ്ങൾ നിങ്ങളുടെ ആൾക്കാരെയൊക്കെ സംഘടിപ്പിച്ച് നമ്മളെ ട്രെയിനിങ്ങുകളിൽ കൊണ്ടിരുത്തിയാൽ മതി. സക്സസ് എപ്പോൾ വന്നെന്ന് ചോദിച്ചാൽ മതി. ട്രെയിനിങ്ങുകൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ കഴിവുകളെയും ചിന്തകളെയും ഒക്കെ പരുവപ്പെടുത്തുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു സംഭവമാണ്. എത്ര കൂടുതൽ ട്രെയിനിങ്ങുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നു അത്രയും നമ്മൾ പോളിഷ്ഡ് ആവും. ഒരു ഡയമണ്ടിന് അത് പ്രോസസ് ചെയ്യുന്നതിന് മുമ്പ് അതിന് പ്രത്യേകിച്ചൊരു തിളക്കം ഉണ്ടാവില്ല. പക്ഷെ ആ ഡയമണ്ട് എടുത്ത് കണ്ടുപിടിച്ച് എടുക്കുമ്പം ഡയമണ്ടിന്റെ ഷേപ്പിലൊന്നും അല്ല ഇരിക്കുന്നത്, അത് വെറും ഒരു കല്ല. അതിനെ പല രീതിയിൽ പ്രോസസ് ചെയ്യും. ആദ്യം കട്ട് ചെയ്യും, പിന്നെ ഷേപ്പ് ചെയ്യും, പിന്നെ ഉരയ്ക്കും, പിന്നെ പോളിഷ് ചെയ്യും. അങ്ങനെ പോളിഷ് ചെയ്ത് കഴിയുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ശരിയായ തിളക്കം നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയും. ഈ ട്രെയിനിങ്ങുകൾ അങ്ങനെയാണ്. നമ്മൾ എത്ര കൂടുതൽ പോളിഷ് ചെയ്യുന്ന അത്രയും കൂടുതൽ തിളക്കം, എത്ര കറക്റ്റായിട്ട് ആ ഡയമണ്ടിനെ കട്ട് ചെയ്യുന്നു, പോളിഷ് ചെയ്യുന്നു, അത്രയും കൂടുതൽ തിളക്കം ഡയമണ്ട്സ് ഉണ്ടാവും. മനുഷ്യൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് ഡയമണ്ട്. നമ്മളെ പ്രത്യേകിച്ച് നമ്മളെ മലയാളികളായിട്ടുള്ള ആൾക്കാരെന്ന് പറയാൻ ഭയങ്കര കഴിവുള്ളവരാണ്. അവർ പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാലേ നമ്മളെ കുട്ടികളായാലും ശരി തന്നെ ഭയങ്കരമായി പെർഫോം ചെയ്യാൻ കഴിയും. അതിൽ ലോകത്ത് എവിടെ ചെന്നാലും, അതിനി ഹെൽത്ത് മേഖലയിലാണെങ്കിലും വ്യവസായ രംഗത്താണെങ്കിലും മാർക്കറ്റിംഗ് രംഗത്താണെങ്കിലും ലോകത്ത് എവിടെയും ടോപ്പ് ഇന്ത്യൻസ്, പ്രത്യേകിച്ച് മലയാളികളാണ്. അപ്പൊ അതൊക്കെ നിരന്തര ട്രെയിനിങ്ങിലൂടെ അവർ അച്ചീവ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഓരോ ജെമ്മാണ്. നമ്മളെല്ലാവരും ഡയമണ്ട്സ് ആണ്. ദൈവം നമ്മളെ ഡയമണ്ട് ആയിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അല്ലാന്ന് ചിന്തിക്കാൻ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ? ദൈവം പറഞ്ഞോ? ആരും പറഞ്ഞില്ലല്ലോ. നമ്മളെല്ലാവരും ഡയമണ്ട്സ് ആണ്. നമ്മളുടെ തിളക്കം വർദ്ധിക്കണം. നമുക്ക് പറന്നുയരണം. ആ പറന്നുയരാനുള്ള പ്ലാറ്റ്ഫോമാണ് മോഡിക്കർ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ പ്രൂവൺ പ്ലാറ്റ്ഫോം. ഇറ്റ്സ് എ പ്രൂവൺ പ്ലാറ്റ്ഫോം. ഇത് വിജയകരമാണോ ഇല്ലയോ എന്നൊന്നും ഇനി ചോദ്യമൊന്നുമില്ല. കാര്യം ലക്ഷക്കണക്കിന് ആൾക്കാർ ഇതിനകത്ത് ലക്ഷങ്ങൾ വരുമാനം നേടുകയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ വിജയിക്കാൻ കഴിയുമെന്നുള്ളത് മാത്രം നമ്മൾ പഠിച്ചിട്ട് അതങ്ങ് ഫോളോ ചെയ്താൽ മതി. സിമ്പിൾ ബിസിനസ് ആണ്. സോ അപ്പൊ അങ്ങനെ നിങ്ങളുടെ തിളക്കം കൂട്ടാൻ ഈ ട്രെയിനിങ്ങുകൾ സഹായിച്ചു എന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ എംറൈസ് അപ്പ് ട്രെയിനിങ്ങിന്റെ ഇന്നത്തെ സെക്ഷനിലേക്ക് ഞാൻ ഏവരെയും ഒരിക്കൽ കൂടി ഹാർദവമായി സ്വാഗതം ചെയ്യാണ്. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ സെക്ഷൻ ഇപ്പൊ ചെയ്യാൻ പോവാണ്. ആർ യു റെഡി? പല കാര്യങ്ങളും ഓക്കെ, പല കാര്യങ്ങളും നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മറുപടി പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എന്താണ് ഈ മോട്ടിവേഷൻ? ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് മോട്ടിവേഷനാണ്. പറയൂ. എന്താണ് മോട്ടിവേഷൻ? എല്ലാവരും പറയാറുണ്ട്, ഞാൻ മോട്ടിവേറ്റഡ് ആണ്, ഡീമോട്ടിവേറ്റഡ് ആണ്, അല്ലെങ്കിൽ ആ ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ടുള്ള കുട്ടിയാണത്.
എന്നൊക്കെ പറയാറില്ലേ? നമുക്കും പലപ്പോഴും മോട്ടിവേറ്റഡ് ആയിട്ടും ഡീമോട്ടിവേറ്റഡ് ആയിട്ടും ഒക്കെ ഇരിക്കുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. എന്താണ് മോട്ടിവേഷൻ? നിങ്ങൾ ചുമ്മാ പറ, അറിയാവുന്ന കാര്യങ്ങൾ. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ പറ. മോഡി കെയർ മോട്ടിവേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പഠിച്ചാൽ എങ്ങനെ? മോഡി കെയർ ബിസിനസ് ഒരു ഭയങ്കര മോട്ടിവേറ്റിംഗ് ബിസിനസ്സാണ്. ഇതിനകത്ത് ടൺ കണക്കിനാണ് മോട്ടിവേഷൻ. നമ്മൾ ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ടോ ടൺ കണക്കിന്? ശരിയല്ലേ ഞാൻ പറയുന്നത്? എന്തായാലും ഒന്നും മിണ്ടാത്ത? സർ, ചില ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ആ, മറ്റുള്ള ഒരാള് നമ്മളെ അടുത്ത് പറയുന്ന ഇന്റേണലി നമ്മളെ കുറച്ച് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറെ ആ പറഞ്ഞോളൂ. ഘടകങ്ങളുണ്ടല്ലോ, ശരി, അതാണ് മോട്ടിവേഷൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും. ആര്യ നാഗേന്ദ്രൻ പറഞ്ഞത് വളരെ ശരിയാണ്. പ്ലീസ് ഗീവ് എ വെരി ഗുഡ് ഹാൻഡ് ഓഫ് ക്ലാസ്. വളരെ താങ്ക് യു വളരെ സർ. ശരിയാണ്. അപ്പൊ നമ്മള് വളരെ ശരിയാണ്. മറ്റൊരാൾ വന്ന് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക എന്തെങ്കിലും ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ആര്യ? അതല്ലേ ആര്യ പറഞ്ഞത്? അതെ സർ, അതെ, അത് അതെ. തന്നെയാ. ഓക്കെ ഓക്കെ, റൈറ്റ്. വെരി ഗുഡ് വെരി ഗുഡ്. സർ, വേറെ എനിക്ക് ആഡ് ചെയ്യണമെന്നുണ്ട്. സർ, എനിക്കും പറയണമെന്നുണ്ട്. പറയും ചിലപ്പോൾ പറയും. നമുക്ക് ഒരു ഇൻട്രിൻസിക് മോട്ടിവേഷൻ കാണും, മറ്റൊരാൾ പറയേണ്ടിയില്ല. പക്ഷെ നമുക്കൊരു പാഷൻ ഉണ്ട് ഒരു കാര്യം. സാറ് തന്നെ എന്ത് പാഷനറ്റാ സാറും ലീല മാമും. യു ആർ സോ പാഷനറ്റ് അബൌട്ട് വാട്ട് യു ഡു. അപ്പൊ നിങ്ങൾ കാണുമ്പോൾ തന്നെ വി ഗെറ്റ് സോ മോട്ടിവേറ്റഡ്. ദാറ്റ് കംസ് ഫ്രം യുവർ ഇൻട്രിൻസിക് മോട്ടിവേഷൻ, നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു മോട്ടിവേഷൻ. തീർച്ചയായും തീർച്ചയായും. വളരെ കറക്റ്റാണ് മാം, വളരെ കറക്റ്റാണ് മാം. വിന്ധ്യ മാം അല്ലേ ഇത്? ഹലോ. അതെ 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 യാ അതെ. യാ ഓക്കെ. സാംസങ് എന്നേ കാണുന്നുള്ളൂ അതിനകത്ത്. ഞാൻ സൗണ്ട് കേട്ടപ്പോഴേ എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ കറക്റ്റാണ് മാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് മോട്ടിവേഷൻ. ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വളരെ കറക്റ്റാണ് രണ്ടാൾക്കാരും പറഞ്ഞത്. അപ്പൊ അതെങ്ങനെയാണ് നമ്മളെ ലൈഫിൽ സക്സസിനെ ബാധിക്കുന്നത് എന്ന് നോക്കാം. മോട്ടിവേഷൻ ഈസ് ദി വില്ലിംഗ്നെസ് ഓഫ് എ പേഴ്സൺ ടു മേക്ക് ഇന്റൻസ്. ആ സെന്റൻസിന് വളരെ പ്രാധാന്യമുണ്ട്. പേഴ്സിസ്റ്റന്റ് ആൻഡ് ഡയറക്റ്റീവ് എഫേർട്ട് ടു അച്ചീവ് ഡിസൈഡ് ഗോൾ. ഒരു വ്യക്തി ആഗ്രഹിക്കുന്ന ലക്ഷ്യം നേടുന്നതിനായി തീവ്രവും നിരന്തരവും നിർദ്ദേശാത്മകവുമായ ശ്രമം നടത്താനുള്ള സന്നദ്ധതയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഒരു ഡയറക്ഷനിൽ നമ്മൾ എത്താൻ വേണ്ടിയിട്ട്, ഒരു ഗോളിൽ എത്താൻ വേണ്ടിയിട്ട് ഒരു കൃത്യമായ ഡയറക്ഷനോടെ മൂവ് ചെയ്യാൻ തീവ്രമായും നിരന്തരമായും പരിശ്രമിക്കാനുള്ള സന്നദ്ധത. ആ സന്നദ്ധത നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. പുറത്തുനിന്ന് ആൾക്കാർ ഇനി എത്ര വന്ന് മോട്ടിവേറ്റ് ചെയ്താലും നമ്മൾ സന്നദ്ധരല്ലെങ്കിൽ മോട്ടിവേഷൻ കൊണ്ട് പ്രയോജനമുണ്ടോ? കണ്ടോ? അപ്പൊ ശരിക്കും പറഞ്ഞാല് നമ്മളൊരു ഗോള് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗോളിലെത്താൻ വേണ്ടി നമ്മൾ നിരവധി ആക്ഷൻസ് എടുക്കേണ്ടി വരും. ആ ആക്ഷൻസ് ഒക്കെ നേരത്തെ പറഞ്ഞതുപോലെ വളരെ പാഷനേറ്റ് ആയിട്ട്, വളരെ കമ്മിറ്റഡ് ആയിട്ട് നിർവഹിക്കാൻ, നമ്മുടെ ഡ്യൂട്ടീസ് നിർവഹിക്കാൻ നമ്മളെ പ്രചോദിപ്പിക്കുന്നത് എന്തോ അതാണ് മോട്ടിവേഷൻ. ഇതിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് നമ്മളെ സക്സസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ മോട്ടിവേഷൻ ഏതൊക്കെ തരത്തിലുണ്ടെന്ന് നമുക്ക് നോക്കാം. 3 തരത്തിലാണ് മോട്ടിവേഷൻ ഉള്ളത്. നേരത്തെ മാം പറഞ്ഞതുപോലെ ഇൻട്രിൻസിക് മോട്ടിവേഷൻ. ഈ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ആന്തരിക പ്രേരണയാൽ ഉള്ള മോട്ടിവേഷനാണ്. മറ്റൊരാളുടെ പ്രചോദനമൊന്നും അവിടെ ആവശ്യമില്ല നമുക്ക്.
നമ്മുടെ ഉള്ളിൽ നിന്നാണ് വരുന്നത് ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് പാട്ട് ഇഷ്ടമാണെങ്കിൽ നന്നായി പാടാൻ നമ്മൾ ശ്രമിക്കും. നമ്മൾ വരയ്ക്കുന്ന ആളാണെങ്കിൽ, കവിത എഴുതുന്ന ആളാണെങ്കിൽ, അത് നന്നായി വരയ്ക്കാനും നന്നായി കവിത എഴുതാനും അത് പാടാനും ഒക്കെ നമുക്കുണ്ടാവുന്ന ഒരു മോട്ടിവേഷൻ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്നത് ആരെങ്കിലും വന്ന് പ്രോത്സാഹിപ്പിച്ചിട്ടാണോ? നമ്മളെ ഉള്ളിലുണ്ടാകണം അത്. ശരിക്കും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മളുടെ ഉള്ളിൽ ഒരു ചിത്രമുണ്ടെങ്കിൽ ആ ചിത്രം യാഥാർത്ഥ്യമാക്കാൻ നമുക്കുണ്ടാകുന്ന ഒരു വികാരമുണ്ടല്ലോ, അതാണ് ഈ ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഭയങ്കര പവർഫുൾ ആണ്. ഇനി രണ്ടാമത്തെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്നാണ് പറയുന്നത്. പുറമേ നിന്നുള്ള പ്രചോദനം. നേരത്തെ നമ്മൾ ആര്യ പറഞ്ഞ പോലെ നമുക്കൊരു ഗോൾ നേടാൻ വേണ്ടിയിട്ട് മറ്റൊരാൾ നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയാണ്, നമുക്ക് വേണ്ട മോട്ടിവേഷൻ തരികയാണ്, സപ്പോർട്ട് തരികയാണ്. അത് ബാഹ്യപ്രേരണയാൽ ഉണ്ടാകുന്നതാണ്. ബാഹ്യപ്രേരണ എപ്പോഴാണോ നിൽക്കുന്നത് അപ്പോഴും നിൽക്കും അത്. രണ്ടാമത്തെ ടൈപ്പ് മോട്ടിവേഷനാണ്. ഈ ബാഹ്യപ്രചോദനം എന്ന് പറയുന്നത് ഒരുപക്ഷെങ്കിൽ നമുക്ക് കുറച്ച് പണം നേടാൻ വേണ്ടി നമ്മൾ മോട്ടിവേറ്റഡ് ആയി വർക്ക് ചെയ്യുന്നതാണ്. നമുക്കവിടെ പണമാണ്. ഇപ്പോൾ ഒരു ഓഫീസിൽ അവർ നല്ല കോമ്പൻസേഷൻ തരികയാണ്, നമുക്ക് സാലറി തരികയാണ്, നമുക്ക് ഭയങ്കര മോട്ടിവേഷനാണ്. ഇപ്പൊ മോഡിക്കുള്ള നിങ്ങൾക്ക് 2 ലക്ഷം രൂപ കിട്ടുകയാണ്. മണി മോട്ടിവേഷൻ എന്നാ പറയുന്നത്. ഒരു കാര്യം നീ ചെയ്താൽ നിനക്ക് ഇന്നത് കിട്ടും, തിങ്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ലക്ഷ്യങ്ങൾ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുന്നതിനാണ് അത്തരത്തിലുള്ള മോട്ടിവേഷൻസ്. അപ്പൊ ഒരു കാറ് ലക്ഷ്യമാണെങ്കിൽ അത് നേടിക്കഴിയുമ്പം അവിടെ കുറയും പിന്നെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. മൂന്നാമതെന്ന് പറയാം അമോട്ടിവേഷൻ, നോ റിയൽ ഡ്രൈവ്. ഒരു ശരിക്കും നമ്മളുടേതായ ഒരു ഡ്രൈവ് അവിടെ ഉണ്ടാവില്ല. ഞാൻ ഈ ബിസിനസ് യഥാർത്ഥത്തിൽ എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. ഞാനൊരു ചെറിയ കഥ പറയാം. ഇപ്പൊ നിങ്ങളുടെ ഒരു 10 സുഹൃത്തുക്കളുമായിട്ട് ഒരു കാമ്പൗണ്ടിൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുക. ആ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളൊരു കാഴ്ചക്കാരനായിട്ട് അവിടെ ചെല്ലുകയാണ്. 10 സുഹൃത്തുക്കൾ ക്രിക്കറ്റ് കളിക്കുന്നു, നിങ്ങൾ 10-ലൊരാളല്ല, 11-മനാണ്, കാഴ്ചക്കാരനായിട്ട് ചെല്ലുകയാണ്. അങ്ങനെ ഒരാള് ബോൾ അടിച്ചു. ഈ ബോള് വളരെ വേഗത്തിൽ പായിച്ചപ്പോ ഈ ഗ്രൗണ്ടിന് മതിലുണ്ട്. ഈ മതിലിനപ്പുറത്ത് ബോള് പോയി, മതിലിനപ്പുറത്തേക്ക് പോയി. അപ്പോഴത്തേക്ക് കളിച്ചോണ്ട് നിന്ന ആൾക്കാർ പറയാണ്, നിങ്ങളോടൊന്ന് പറയാണ്, ഹലോ സുഹൃത്തെ, പ്ലീസ് ആ ബോളൊന്ന് എടുത്തു തരൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആദ്യം നിങ്ങൾ ആ സുഹൃത്തിന്റെ മുഖത്തോട്ടൊന്ന് നോക്കി. അവൻ വലിയ പ്രതീക്ഷയിലാണ് നിങ്ങൾ എടുത്തു കൊടുക്കൂ എന്നുള്ളതിൽ. രണ്ടാമത് നിങ്ങൾ ആ മതില് നോക്കി. മതില് നോക്കിയപ്പോ നിങ്ങൾക്കത് ചാടിക്കിടക്കാൻ കഴിയില്ല. അപ്പം നിങ്ങൾ പറഞ്ഞു, അയ്യോ ഈ മതില് ചാടിക്കിടക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്.
എനിക്കത് ചാടിക്കടക്കാൻ കഴിയില്ല, നിങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഈ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഈ ഗ്രൗണ്ടിലേക്ക് ആകെ ഒരു വഴിയേ ഉള്ളൂ. ആ വഴിയിലൂടെ ഒരു പട്ടി വളരെ ക്രുദ്ധനായി, കണ്ടാൽ പേ പിടിച്ച പട്ടിയാണെന്ന് തോന്നും, ശൗര്യത്തോടെ നിങ്ങൾ അടുത്തേക്ക് പാഞ്ഞു വരികയാണ്. ഒരൊറ്റ മാർഗമേ ഉള്ളൂ നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ, ഈ ബോള് പോയ വഴിയെ ആ മതിലെടുത്ത് ചാടുക എന്നുള്ളതാണ്. നിങ്ങൾ എപ്പോ ചാടി എന്ന് ചോദിച്ചാൽ മതി. ശരിയാണോ? തുറന്ന് പറ, നിങ്ങൾക്ക് സംസാരിക്കാനുള്ള വേദിയാ. ശരിയാണോ ഞാൻ പറഞ്ഞേ? നിങ്ങൾ എപ്പോ Yes. ചാടി എന്ന് ചോദിച്ചാൽ മതി. ഉം. ശരിയാണോ? ശരിയാണ് ശരിയാണ്. ഈ ഒരു മോട്ടിവേഷനാണ് യഥാർത്ഥത്തിൽ സൗണ്ട് ഇല്ല എന്ന് പറയുന്നത്. ശരിയാണോ? കേൾക്കാൻ വയ്യേ? എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടോ ആ സൗണ്ടിന്റെ? എനിക്കൊരു മെസ്സേജ് വന്നു. കേൾക്കാം. കേൾക്കാമല്ലോ? കേൾക്കാം. ഓക്കെ. അപ്പൊ അവരുടെ ആ ഇതൊന്ന് ചെക്ക് ചെയ്താൽ മതി. നേരത്തെ ആളുടെ പേരില്ല, അല്ലെങ്കിൽ നമുക്ക് ഐഡന്റിഫൈ ആയിരുന്നു. ഓക്കെ. അപ്പൊ ഈ ഒരു മോട്ടിവേഷനാണ് യഥാർത്ഥത്തിൽ, ഇതിനെ സെൽഫ് മോട്ടിവേഷൻ എന്നാ പറയുന്നത്. സെൽഫ് മോട്ടിവേഷൻ. നേരത്തെ പറഞ്ഞ, ശരിക്കും പറഞ്ഞാൽ ഈ മോഡിക്കറിൽ വിജയിക്കണമെങ്കിൽ ഈ ഒരു സെൽഫ് മോട്ടിവേഷൻ ആണ് വേണ്ടുന്നത്. മറ്റൊരാളുടെ പ്രേരണയില്ലാതെ നമ്മൾ ഇതിന്റെ കാര്യങ്ങൾ ശക്തമായി പഠിച്ച്, കഴിഞ്ഞ ദിവസം പ്രകാശ് സാർ പറഞ്ഞതുപോലെ ഒരു ഡെയിലി മെത്തേഡ് ഓഫ് ഓപ്പറേഷനിൽ നിരന്തരം പ്രവർത്തിച്ച് നമ്മൾ സക്സസ് ഉണ്ടാക്കണം. നമ്മൾ പ്രിപ്പറേഷൻ ഫോർ സക്സസ് അല്ലെങ്കിൽ ക്രിയേറ്റ് സക്സസ്. നേരത്തെ നമ്മളെ നാസർ ഖാൻ സാറ് എടുത്ത ക്ലാസ് ആയിരുന്നു അത്. പ്രിപ്പയർ ആൻഡ് ക്രിയേറ്റ് സക്സസ്. ശരിക്കും ഈ രണ്ട് മോട്ടിവേഷനും കൂടെ ഒരുമിച്ച് ചേർത്തുള്ള ഒരു മോട്ടിവേഷനാണ് യഥാർത്ഥത്തിൽ ഡയറക്റ്റ് സെല്ലിങ്ങിൽ നിങ്ങൾക്ക് വേണ്ടുന്നത്. കാര്യം ഇവിടെ ഇത് രണ്ടും വേണം. ഉള്ളിൽ നിന്നും വേണം, നിങ്ങളുടെ ഗോൾ മോട്ടിവേഷനും വേണം, പണത്തിന്റെ മോട്ടിവേഷൻ വേണം. കാര്യം ഇത് രണ്ടും ഇവിടെ ലഭിക്കും. ഇതുപോലെ രസകരമായി ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ് ഇവിടെ എല്ലാം ഉണ്ട്. ഈ ബിസിനസ്സിൽ സയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സയൻസ് ഉണ്ട്. മാത്തമാറ്റിക്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാത്തമാറ്റിക്സ് ഉണ്ട്. ഇതിനകത്ത് കെമിസ്ട്രി ഉണ്ടോ എന്ന് ചോദിച്ചാൽ കെമിസ്ട്രിയുടെ എല്ലാ ഭാഗങ്ങളും ഉണ്ട്. സൈക്കോളജി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതുണ്ട്. ടീം വർക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതുണ്ട്. മോട്ടിവേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിനകത്ത് എന്താണ് ഇല്ലാത്തത്? ഇങ്ങനെ ഒരു ബിസിനസ് യഥാർത്ഥത്തിൽ ലോകത്ത് കാണാൻ കഴിയില്ല. ഡയറക്റ്റ് സെല്ലിംഗ് പോലെ ഇത്രയും നമ്മളെ പേഴ്സണാലിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ട്, നമ്മുടെ കാഴ്ചപ്പാടുകളെ മാറ്റിക്കൊണ്ട്, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ആൾക്കാരാണ് നമ്മളോടൊപ്പം നിൽക്കുന്നത് ഓരോ സെക്കൻഡിലും. ലേന മനോജ് ആണെങ്കിൽ രാവിലെ തൊട്ട് തുടങ്ങും, ഒരു പ്രോഡക്റ്റ് എടുത്തിടും, ആ പ്രോഡക്റ്റിന്റെ പണം ആദ്യം ഇടും, അതിനുശേഷം ആ പ്രോഡക്റ്റ് എന്താണെന്ന് പറയും, എങ്ങനെ ഉപയോഗിക്കാമെന്ന് പറയും, അതിന്റെ മാർക്കറ്റിങ്ങിന്റെ സാധ്യതകൾ പറയും. നിരന്തര ലേണിംഗ് ആണ് ഇവിടെ. ലേണിങ്ങിന്റെ ഒരു സയൻസ് ഇതിനകത്തുണ്ട്. ലേണിങ്ങിന്റെ ഒരു മോട്ടിവേഷൻ ഉണ്ട് ഈ ബിസിനസ്സിനകത്ത്. അപ്പം തീവ്രമായ ഒരു പ്രവർത്തനമാണ് ഇതിനകത്ത് വേണ്ടത്. വെള്ളം നമുക്ക്
നമ്മൾ ഇന്ന് കുറച്ച് ചൂടാക്കി, നാളെ കുറച്ച് ചൂടാക്കി, മറ്റന്നാൾ കുറച്ച് ചൂടാക്കി ഒരിക്കലും വെള്ളം തിളക്കത്തില്ല. നിരന്തരം ഹൈ ചൂടിൽ നമ്മൾ തിളപ്പിച്ചു കഴിഞ്ഞാൽ വെള്ളം തിളങ്ങി. അതിനകത്ത് നമുക്ക് പലതുണ്ടാക്കാം. അരി വേവിക്കാം, മുട്ട പുഴുങ്ങാം. ഇനി നീരാവി ആയാലോ ഒരെണ്ണം എക്സ്ട്രാ കൊടുത്താൽ മതി. ഈ വെള്ളം തിളച്ച് നീരാവി ആയി കഴിഞ്ഞാൽ അതിന്റെ പവർ വരുന്നു. അതിന് ലോക്കോമോട്ടീവ് വരെ മൂവ് ചെയ്യിക്കാൻ പറ്റും. ട്രെയിനെ വരെ മൂവ് ചെയ്യിക്കാൻ പറ്റും വെള്ളത്തിന്, ആ നീരാവിക്ക്. ആ 1% എക്സ്ട്രാ നിങ്ങൾ ഇടണം. അതിനാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യണം. അതിനാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത് യഥാർത്ഥത്തിൽ ഒരു 3 മണിക്കൂർ നേരമുള്ള ഒരു സബ്ജക്റ്റാണ്. ഞാൻ വളരെ ചുരുക്കി പറയുകയാണ്. അപ്പം നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾക്ക് നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ട്. ഹ്യൂമൻ മോട്ടിവേഷൻസ് ഇൻ നീഡ് ഓർ ഗോൾ എന്നാ പറയുന്നത്. എബ്രഹാം മാസ്ല എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റാണ് ഈ തിയറി കൊണ്ടുവന്നത്. ഒരു മനുഷ്യൻ ആദ്യം അവന്റെ ജീവിതത്തിലെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഗോൾ സെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവന്റെ ഫിസിയോളജിക്കൽ നീഡ്സിലായിരിക്കും. എന്ന് പറയാൻ അടിസ്ഥാനപരമായ അവന്റെ ആവശ്യങ്ങൾ നേടുക. വെള്ളം, ഫുഡ്, എയർ, ഷെൽട്ടർ എന്ന് പറയാൻ താമസിക്കാൻ സ്ഥലം, സ്വസ്ഥമായി ഉറങ്ങുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവന്റെ അടിസ്ഥാനപരമായ നീഡ്സ് എന്ന് പറയുന്നത്. ശരിക്കും ഇതൊക്കെ ഇല്ലാത്ത എത്രയോ ആൾക്കാർ ലോകത്തുണ്ടെന്നറിയാവോ? കഴിഞ്ഞ ദിവസം പ്രകാശ് സാർ എടുത്തതുപോലെ നമുക്കുള്ള സൗഭാഗ്യങ്ങളോട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം ദൈവത്തിനോട് എല്ലാ ദിവസവും. ഇല്ലേ പ്രകാശ് സാർ? ഇന്ന് ഞാൻ സ്പെയിനിൽ ഒരു വീഡിയോ കണ്ടപ്പോൾ സ്പെയിനിലേക്ക് ആയിരക്കണക്കിന് ചെറുപ്പക്കാര് കുടിയേറ്റക്കാരായിട്ട് നുഴഞ്ഞു കയറുക. ഇന്നിപ്പം ഒരു വീഡിയോ ഇന്നലെ അങ്ങോട്ട് നടന്ന സംഭവമാണ്. സ്പെയിനിൽ, തൊട്ടടുത്ത രാജ്യത്തുനിന്ന് യുദ്ധത്തിന്റെ ഗതിയിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ആൾക്കാർക്ക്. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാല് ഈ അടിസ്ഥാന കാര്യങ്ങളൊക്കെ മിക്കവാറും നമുക്ക് കാണും. നമുക്കൊരു വരുമാനം ഉണ്ടെങ്കിൽ മിക്കവാറും ഈ അടിസ്ഥാന കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഉള്ള വരുമാനം പലരും ആജീവനാന്ത അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. വീടുണ്ടാവും, യാത്ര ചെയ്യാനൊരു കാറൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ നേടിയാലും പിന്നെയും മാസം തോറും വരുന്ന ഈ സാലറി എന്ന് പറഞ്ഞാൽ എപ്പോഴും ലിമിറ്റഡാ. ആൾക്കാരൊക്കെ അതിന്റെ സ്ലേവ്സ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ് ചെയ്താലേ നമുക്ക് ഗ്രോത്ത് ഉണ്ടാക്കാൻ കഴിയും. മറ്റെല്ലാം ലിമിറ്റഡ് ഇൻകമാണ്. ഇനി നോക്കി അടുത്ത അവന്റെ ആവശ്യങ്ങൾ ഇതൊക്കെ നേടി പിന്നെയും കുറച്ച് കാശ് വന്നാൽ ഈ സാലറീഡ് പേഴ്സൺസിനും ഒന്നും ശരിക്കും പറഞ്ഞാൽ വലുതായിട്ടൊന്നും മിച്ചം വരാറില്ല. അപ്പൊ പിന്നെയും കുറച്ച് കാശ് വന്നാൽ അവൻ സെക്യൂരിറ്റി നോക്കും, സേഫ്റ്റിയാണ് പിന്നെ അവന്റെ കാര്യം. ഒരു സാധാരണ കാറിലായിരിക്കും നമ്മൾ ചിലപ്പോൾ ഒരു മാരുതിയോ അല്ലെങ്കിൽ അതുപോലുള്ള സാധാരണ കാറായിരിക്കും ഈ അടിസ്ഥാന ഏറ്റവും താഴത്തെ ലെവലിൽ നമ്മൾ വാങ്ങുന്നത്. അപ്പോഴും നമ്മൾ നോക്കത്തില്ല 6 എയർ ബാഗ് ഉണ്ടോ എന്നൊന്നും നോക്കത്തില്ല. എയർ ബാഗ് ഉണ്ടെങ്കിലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം. പക്ഷെ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് വരുമ്പോൾ നമ്മൾ നോക്കും 6 എയർ ബാഗ് ഉണ്ടോ, അഡാസ് ഉണ്ടോ എന്ന് പറയാം, ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് ഉണ്ടോ, സേഫ്റ്റിയാണ്. എവിടെയെങ്കിലും പോയി ഇടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സംരക്ഷിക്കാൻ വേണ്ടി, ആരോഗ്യം സംരക്ഷിക്കാനുള്ള കാര്യങ്ങളുണ്ടോ, നമ്മൾ കഴിക്കുന്ന ഫുഡ് ഈ ഫിസിയോളജിക്കൽ നീഡ് മാത്രം ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ എന്ത് സാധനം വാങ്ങിച്ചു കഴിക്കും. പക്ഷെ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഫുഡ് നമ്മളുടെ ആരോഗ്യത്തിന് ഹാനികരമാണോ, നമ്മൾ കഴിക്കുന്ന മെഡിസിൻ ഹാനികരമാണോ, സപ്ലിമെന്റ്സ് കൊണ്ട് എങ്ങനെ നമുക്ക് അതിനെ പ്രിവെന്റ് ചെയ്യാൻ കഴിയും, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു തുടങ്ങും. ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ആലോചിക്കും. ഈ ആദ്യത്തെ ചുവപ്പ് കളറിൽ നിൽക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അന്നന്ന് കിട്ടുന്ന തീരുന്ന ആൾക്കാരാണ്. എപ്പോഴും ഒരു പൂവർ കാറ്റഗറിയിലുള്ള ആൾക്കാരായിരിക്കും.
അല്ലെങ്കിൽ എന്നും ബുദ്ധിമുട്ടുള്ള ആൾക്കാരായിരിക്കും. പക്ഷെ രണ്ടാമത്തെ സെഗ്മെന്റിലേക്ക് നമുക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ ഇൻകം വരണം. അവിടെയാണ് മോഡിക്കന്റെ റോള്. കണ്ടോ, നിങ്ങൾ റെഗുലർ ഇൻകത്തിനോടൊപ്പം ഒരു എക്സ്ട്രാ ഇൻകം വന്നാൽ നിങ്ങൾക്ക് അടുത്ത മോട്ടിവേഷൻ ലെവലിലേക്ക് നിങ്ങൾക്ക് കയറാൻ കഴിയും. സെക്യൂരിറ്റി, സേഫ്റ്റി, ഹാപ്പിനെസ്, സന്തോഷങ്ങൾക്കൊക്കെ അപ്പൊ പ്രാധാന്യം വരും. കുടുംബം, മക്കൾ, ടൂറ് പോവുക പല സ്ഥലങ്ങളിൽ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ കൂടുതൽ ഇൻവോൾവ് ആവും. നമ്മളെ ഗോൾ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യും. നമ്മൾ ഈ താഴത്തെ ലെവൽ മാത്രം ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരെപ്പോഴും ഇന്ന് കിട്ടി, ഇപ്പൊ 1000 രൂപ കിട്ടി, ഒരു 500 രൂപ പേഴ്സണൽ ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി 500 രൂപ വീട്ടു ചെലവിന്, ഇത്തരം കാര്യങ്ങളെല്ലാം നേടും. അടുത്ത ദിവസം അവരെന്താ ചെയ്യുന്നത്? പോയി ജോലി ചെയ്യുക, 1000 രൂപ കിട്ടും. 500 രൂപ പേഴ്സണൽ ആവശ്യം എന്താണെന്ന് പുരുഷന്മാരൊക്കെ ആണെങ്കിൽ എന്താ അവർക്ക് കൃത്യമായിട്ട് അറിയാം. എടുത്തിട്ട് ബാക്കി വീട്ടാവശ്യങ്ങൾ നടക്കും. ഇതിൻ്റെ ഇടയ്ക്ക് കുട്ടികളുടെ പഠിത്തങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ വരും. പിന്നെ പേഴ്സണൽ ആവശ്യത്തിന് 500 എടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ 200 ആവും, 300 ആവും, അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. എന്നാലും എന്നും കോംപ്രമൈസ് ആണ്. അപ്പൊ ഇവിടെ മോഡി കെയറിന്റെ പ്രാധാന്യം ഒരു മനുഷ്യന്റെ ഗ്രോത്തിൽ വളരെ വലുതാണ്. കാര്യം ഇതൊരു എക്സ്ട്രാ ഇൻകം ആണ്. എക്സ്ട്രാ ഇൻകം എന്ന് പറയുമ്പോൾ ഇവിടെ സർപ്ലസ് മണി വരും. അതുകൊണ്ട് നിങ്ങൾക്ക് ജീവിതം ശരിയായ രീതിയിൽ ആസ്വദിക്കാൻ പറ്റും. നല്ല വീട്, നല്ല കാറ്, നല്ല ആഹാരം, നല്ല വായു, സേഫ്റ്റി, സെക്യൂരിറ്റി, മനസ്സമാധാനം, ഹാപ്പിനെസ്, ഇതെല്ലാം നമുക്കുണ്ടാക്കാൻ കഴിയും. ദെൻ ഇത് രണ്ടും നേടിക്കഴിഞ്ഞാൽ പിന്നെ നോക്കുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ സോഷ്യൽ മെന്റാലിറ്റിയിലേക്കാണ്, ഗോൾസിലേക്കാണ് നിങ്ങൾ വരുന്നത്. ഒത്തിരി ആൾക്കാർ നമ്മളെ സ്നേഹിക്കണം, നമ്മൾ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യും, നമ്മളെ ബന്ധുക്കളെല്ലാം ചുറ്റും വരണം, ആൾക്കാർ, നമ്മൾ പല പല ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് ആൾക്കാരുമായിട്ട് ഒത്തിരി ഇടപഴകും, കാര്യം സുരക്ഷിതമായല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മളെ ഗോൾ മാറും. അത് കഴിയുമ്പോഴോ സെൽഫ് എസ്റ്റീം, നമുക്ക് കുറച്ച് അംഗീകാരം കിട്ടണം. ഇപ്പം നമ്മുടെ ഇവിടെ തന്നെ രവി മുതലാളി എന്ന് പറഞ്ഞൊരു വലിയൊരു ബിസിനസ്സുകാരനുണ്ട്. പുള്ളിക്കാരൻ വന്നിട്ട് ഈ ആശ്രാം മൈതാനത്ത്, ഞാനിപ്പോൾ കൊല്ലത്താണ് ഉള്ളത്, ആശ്രാം മൈതാനത്ത് വലിയ ഷെഡൊക്കെ കെട്ടിയിട്ട് എല്ലാ വർഷവും 100 നിർധന വനിതകളുടെ കല്യാണം നടത്തും. കണ്ടോ, അതൊക്കെ ഒരു സ്റ്റേജ്. അദ്ദേഹം ബിസിനസ് ചെയ്ത് അദ്ദേഹത്തിന് ജീവിതത്തിൽ വേണ്ടുന്നതിൽ കൂടുതൽ സമ്പാദിച്ചു കഴിഞ്ഞു. അപ്പൊ ആ ഒരു സ്റ്റേജിലേക്ക്, അതൊക്കെയാണ് അങ്ങനെയുള്ള സ്റ്റേജിൽ അവരുടെ ഗോള് വരുന്നത്. പിന്നെ സെൽഫ് ആക്ച്വലൈസേഷൻ, യഥാർത്ഥത്തിൽ നമ്മളിലുള്ള കഴിവുകൾ മൊത്തം കണ്ടെത്തി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്റ്റേജാണ്. നമ്മൾ എന്ത് തൊട്ടാലും പിന്നെ സക്സസ് ആണ്. പണം ഒന്നും പിന്നെ ഒരു വിഷയമല്ല. അതിലൊക്കെ ഉപരിയായിട്ടൊക്കെ നമ്മൾ ചിന്തിക്കുകയും മനുഷ്യ മനസാക്ഷികളെ കണ്ടറിഞ്ഞ് നമുക്ക് പ്രവർത്തിക്കാനും കഴിയുന്ന ഒരു സ്റ്റേജാണ്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ ഇതിനകത്ത് ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പൊ നിങ്ങളെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത്, ഈ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്, നമ്മുടെ ഈ എംറൈസ് അപ്പ് ട്രെയിനിങ് എന്ന് പറയുന്നത്. എന്നും നമ്മൾ ഫിസിയോളജിക്കൽ നീഡ്സും കടവും കാര്യങ്ങളുമായിട്ട് പോയാൽ മതിയോ? നമ്മൾ ആ ഉള്ള വരുമാനത്തിന് മാത്രം ആശ്രയിച്ച് പോയാൽ മതിയോ? അപ്പൊ നമ്മൾ വ്യത്യസ്തമായി ചിന്തിച്ച്, അതാണ് സമീർ മോഡി സാർ പറയുന്നത് സോച്ച് ബദലോ എന്ന് പറയുന്നത്. നമ്മൾ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കണം ഡിയർ ഫ്രണ്ട്സ്. അപ്പൊ അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇതൊരു ഇന്റർനാഷണൽ ഫോർമുലയാണ്, വേൾഡ് ഒട്ടുക്ക് ഉള്ളൊരു സക്സസ് ഫോർമുലയാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോഡി കെയറിലൂടെ അത് നേടാൻ കഴിയുന്നുള്ള വിശ്വാസം, അടിയുറച്ച വിശ്വാസം ആദ്യം ഉണ്ടാകണം. ആ വിശ്വാസം നിങ്ങളെ മോട്ടിവേഷനായിട്ട് മാറും. ഞാൻ ഈ ബിസിനസ്സിൽ കടന്നു വരുമ്പം ഒരാളും വിജയിച്ച ആളില്ലായിരുന്നു, ഒരു വിദേശ യാത്ര ചെയ്ത ആളില്ലായിരുന്നു, 1 ലക്ഷം രൂപ മാസം വരുമാനം വാങ്ങുന്ന ആരും ഇല്ലായിരുന്നു. പക്ഷെ എനിക്കിങ്ങനെ ഇത് ഏറ്റെടുക്കാനുള്ള ധൈര്യമുണ്ടായി. ഞാനിത് പഠിച്ചപ്പോ
എനിക്ക് എൻ്റെ ഉള്ളിലാണ് മോട്ടിവേഷൻ ഉണ്ടായത്. കാര്യം ഇത് വളരെ മനോഹരമായ ഒരു അവസരമാണ്. നമ്മൾ ആരെയും പറ്റിക്കാതെയും ദ്രോഹിക്കാതെയും നമ്മുടെ കഴിവും അറിവും ഉപയോഗിച്ച് നമുക്കും വളരാൻ, മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യാം. എന്ത് മഹത്തരമായ അവസരമാണ്. അതുകൊണ്ട് ഞാൻ മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യാം. ഞാനിത് ശരിയായി പഠിച്ചാലേ മറ്റുള്ളവരെ എനിക്ക് ശരിയായി ഗൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ നന്നായി പഠിച്ചത് കൊണ്ടാണ് എനിക്ക് ആ ഉറച്ച വിശ്വാസം ഉണ്ടായത്. അപ്പൊ ആ ഉറച്ച വിശ്വാസത്തോടെ നിങ്ങൾ ഉണ്ടാക്കുന്ന ഗോൾസ് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബിസിനസ് സ്ട്രാറ്റജി ഉണ്ടാകണം, തന്ത്രം ഉണ്ടാകണം. പണ്ടൊക്കെ മോഡി കെയർ ഒരു തന്ത്രമൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. കമ്പനിയുടെ ബിസിനസ് പ്ലാനിൽ തന്നെ സ്ട്രാറ്റജി ഉണ്ട്, തന്ത്രമുണ്ട്. കമ്പനി പറയുന്നത് മിനിമം 100 ആൾക്കാരുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് 10-20 ആൾക്കാരെ നിങ്ങൾ സ്പോൺസർ ചെയ്യണം. അതിൽ 4 മോഡൽ ഗ്രൂപ്പിനെ സെലക്ട് ചെയ്തിട്ട് അതിന്റെ താഴെയാണ് പിന്നെ പ്ലേസ് ചെയ്യേണ്ടത്. 4 ലെഗിനെ വളർത്തിയാൽ മതി. ഒരു 50 PV 100 PV മിനിമം ചെയ്യണം എല്ലാ മാസവും. 100 PV ആണ് ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. എല്ലാവരും എല്ലാ മാസവും ചെയ്യണം. അതിനുള്ള പ്രോഡക്റ്റ് ഉണ്ട് ഇവിടെ. ഇത്തരം ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു വിഷൻ കിട്ടും. പല ആൾക്കാരും നേരത്തെ പറഞ്ഞ കണക്ക് അമോട്ടിവേഷനാണ്. വരുമ്പം എന്താ സംഭവിക്കാൻ പോകുന്നത്, ഇത് ചെയ്താൽ എന്ത് കിട്ടും, ഒന്നും അറിയത്തില്ല, പഠിക്കത്തില്ല. ആൾക്കാർ ട്രെയിനിങ്ങിന് വരില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്ത് സ്ട്രാറ്റജിയാ ബിസിനസ്സിൽ ഉണ്ടാകുക? അപ്പം ഇവിടെ വളരെ ക്ലിയർ ആയിട്ടുള്ള സ്ട്രാറ്റജി ഉൾപ്പെടെയുള്ള പ്ലാനാണ് ഇൻഫിനിറ്റി പ്ലാൻ എന്ന് പറയുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പ്ലാനാണിത്. അപ്പൊ 4 ടീമിനെ നമ്മൾ ഫോക്കസ് ചെയ്ത് വളർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ടോപ്പ് വരെ എത്താൻ കഴിയും. നിങ്ങൾക്ക് എത്ര പേരെ വേണമെങ്കിലും സ്പോൺസർ ചെയ്യാം. 10, 100, 200 ആൾക്കാരെ സ്പോൺസർ ചെയ്യാം. കൂടുതൽ ആൾക്കാർ നിങ്ങൾ സ്പോൺസർ ചെയ്യണം. കാര്യം ഇതൊരു പ്രോബബിലിറ്റിയാണ്. സ്പോൺസർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നല്ല ചുണക്കുട്ടന്മാരായ ആൾക്കാർ, ഇത് സെൽഫ് മോട്ടിവേഷനിലൂടെ ഏറ്റെടുക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ നിങ്ങളുടെ ടീമിൽ കടന്നു വരും. 3-4 ആൾക്കാരെ കൊണ്ടുവന്നിട്ട് അവരെ കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കിയിരിക്കുന്നതല്ല ഇതിന്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്, ഈ ബിസിനസിന്റെ. അപ്പൊ ആ സ്ട്രാറ്റജി ഉണ്ട് ഇവിടെ. ആ സ്ട്രാറ്റജിയിലൂടെ നമ്മൾ പ്രവർത്തനം വിപുലീകരിക്കണം, ആക്ഷൻ എടുക്കണം, പ്രവർത്തിക്കണം. ഡെയിലി മെത്തേഡ് ഓഫ് ഓപ്പറേഷൻ ഉണ്ടാകണം, വീക്കിലി മെത്തേഡ് ഓഫ് ഓപ്പറേഷൻ ഉണ്ടാകണം, മന്ത്ലി മെത്തേഡ് ഓഫ് ഓപ്പറേഷൻ ഉണ്ടാകണം. ഡെയിലി നമ്മൾ ആൾക്കാരെ കാണണം പ്രോഡക്റ്റുമായിട്ട്. ഡെയിലി നമ്മൾ ആൾക്കാരോട് ഈ ബിസിനസ് സംസാരിക്കണം. അതാണ് ആക്ഷൻ എന്ന് പറയുന്നത്. നമ്മളെ DMO, WMO, MMO, ദെൻ ഇത് ചെയ്യുമ്പം ഔട്ട്കം ഉണ്ടാവും, അതിന് റിസൾട്ട് ഉണ്ടാവും. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് റിസൾട്ട് ഉണ്ടാവും. ഒന്നും ചെയ്യാതിരുന്നാൽ എന്ത് റിസൾട്ട് ഉണ്ടാവുന്നത്? പ്രവൃത്തി ചെയ്താലല്ലേ റിസൾട്ട് ഉണ്ടാവും. അപ്പൊ നമുക്ക് ഗോളുണ്ട്, സ്ട്രാറ്റജി ഉണ്ട്. അതിനനുസരിച്ച് ആക്ഷൻ എടുക്കുമ്പം ഔട്ട്കം ഉണ്ടാവും. ഔട്ട്കം എന്ന് പറയുന്നത് ഒരു ഫീഡ്ബാക്ക് ആണ്. ഫീഡ്ബാക്ക് അത് ഫെയിലിയർ ആണ്. നിങ്ങൾക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും ഇത് ഫെയിലിയർ അല്ല. കാര്യം നിങ്ങളുടെ സ്ട്രാറ്റജിയാണ് ശരിയല്ലാത്തത്. നിങ്ങൾ 4-5 ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ടാകും, പക്ഷെ അവരെ ശരിയായി ഈ ബിസിനസിന്റെ സ്ട്രാറ്റജി പഠിപ്പിച്ചിട്ടുണ്ടാവില്ല. എന്ത് ചെയ്യണമെന്നുള്ളത് അവർക്ക് കൃത്യമായ അറിവുണ്ടാവില്ല. അവർ ട്രെയിനിങ്ങിൽ വന്നിട്ടുണ്ടാവില്ല. അപ്പൊ അത് ഫെയിലിയർ അല്ല, ഇറ്റ് ഈസ് ഫീഡ്ബാക്ക്. അപ്പൊ ഫീഡ്ബാക്ക് അങ്ങനെ ഒരു കാര്യം ഉണ്ടാകുകയാണെങ്കിൽ രണ്ട് ഔട്ട്കം ഉണ്ടാവുന്ന, ഒന്ന് സക്സസ്, ഒന്ന് ഫെയിലിയർ. സക്സസ് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാം. ഇനി ഫെയിലിയർ ആണെന്നുണ്ടെങ്കിൽ അത് ഫീഡ്ബാക്ക് ആണ്. ആ ഫീഡ്ബാക്കിൽ നിന്ന് നിങ്ങളുടെ സ്ട്രാറ്റജീസ് ചെക്ക് ചെയ്താൽ മതി. ആ സ്ട്രാറ്റജി കറക്റ്റ് ആവുമ്പം വീണ്ടും അതിനനുസരിച്ച് ആക്ഷൻ എടുത്തു കഴിയുമ്പം ഉറപ്പായി സക്സസ് ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം നിങ്ങളുടെ ടീം ലീഡറുമായി ചേർന്നുകൊണ്ട് ഡെയിലി നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണം. ഡെയിലി വിളിക്കണം ടോപ്പ് ലീഡറൊന്നും. നിങ്ങളെ വിളിക്കാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ അപ്ലൈനെ വിളിക്കണം. അപ്പൊ നിങ്ങൾ അപ്ലൈന് മനസ്സിലാവും നിങ്ങൾ ഗൗരവമായിട്ടുള്ള ആളാണ്. ഇതൊരു ബിസിനസ് മാത്രമല്ല, ഇതൊരു ജീവിത രീതിയാണ് യഥാർത്ഥത്തിൽ. പോസിറ്റീവ് ആയിട്ടുള്ള, വളരെ വൈബ്രന്റ് ആയിട്ടുള്ള, വളരെ എനർജറ്റിക് ആയിട്ടുള്ള, വളരെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു ഫാമിലി ഗ്രൂപ്പാണ് മോഡി കെയർ എന്ന് പറയുന്നത്.
എന്തോ ഒരു രസമാണെന്നറിയാവോ ഈ ബിസിനസ് ചെയ്യാൻ. നിങ്ങൾ ഇതിലങ്ങ് ഇഴുകിച്ചേരണം ഈ ബിസിനസ്സിനകത്ത്. പയ്യെ പയ്യെ അങ്ങ് ഇഴുകിച്ചേരണം. പെട്ടെന്നൊന്നും എടുത്തി ആടാനൊന്നും പറ്റത്തില്ല. നീന്തൽ പഠിക്കുന്ന പോലെ പ്രാക്ടീസ് ചെയ്യണം. കരയ്ക്ക് നിന്നൊരിക്കലും നീന്തൽ പഠിക്കാൻ പറ്റത്തില്ലല്ലോ. ഇറങ്ങി ചെയ്യണം. ഇറങ്ങി ചെയ്യുമ്പോൾ നമുക്ക് വിജയം ഉണ്ടാവും, പരാജയം ഉണ്ടാവും. ഓരോ പരാജയങ്ങളും നമ്മുടെ ഫീഡ്ബാക്കാണ്. അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുക. ആ ആ പരാജയത്തിന്റെ വഴിയിൽ പിന്നെ നിങ്ങൾ പോകരുത്. നിങ്ങളുടെ അപ്ലൈനുമായി ഡിസ്കസ് ചെയ്യണം. നിങ്ങൾക്ക് പരാജയങ്ങൾ ഉണ്ടാവും, പുള്ളിക്കാരൻ പറഞ്ഞു തരും, അല്ലെങ്കിൽ പുള്ളിക്കാർ പറഞ്ഞു തരും ഏതാണ് റൈറ്റ് വേ, എവിടെയാണ് സ്ട്രാറ്റജിയിൽ പിഴവുണ്ടായിട്ടുള്ളത്. എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ബിസിനസ്സിൽ വന്നിട്ട് 2-3 ആൾക്കാരെ കൊണ്ടുവന്നു. ആ കൊണ്ടുവന്ന ആൾക്കാർ ആരും ഒന്നും ചെയ്തില്ല. അത് കുറെ ആൾക്കാരോടും പറഞ്ഞു. 4ാമത്തെ ആളെ കാണാൻ പോകുമ്പോഴും പറയും, ഞാൻ 2-3 ആൾക്കാരെ കൊണ്ടുവന്ന് അവരവരും ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണാൻ വന്നത്. ആ സ്ട്രാറ്റജി അവിടെ പൊളിഞ്ഞ്. നിങ്ങളുടെ കൂടെ ചെയ്യാനുള്ള ആൾക്കാർ ഇനി വരാതിരിക്കുന്നേ ഉള്ളൂ. ഇത് ഏറ്റെടുത്ത് ചെയ്യാനുള്ള ആൾക്കാർ ഇനി വരാതിരിക്കുന്നേ ഉള്ളൂ. അപ്പം ഇതെപ്പോഴും ഇങ്ങനെ നമ്മൾ എന്ത് പറയണം, എന്ത് പറഞ്ഞുകൂടാ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് പറഞ്ഞുകൂടാത്ത കാര്യങ്ങൾ ഉറപ്പായും പറയരുത്. പലരും ഈ പറഞ്ഞുകൂടാത്ത കാര്യം എന്താണെന്ന് അറിയത്തില്ല. അവരതാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. നല്ല പാൽപ്പായസം വെച്ചിട്ട് ഒരു കമ്പിന്റെ അറ്റത്ത്, ഒരു ഗീർക്കലിന്റെ അറ്റത്ത് പാൽപ്പായസത്തിൽ ഒരു സാധനം കലക്കുമെന്ന് പറയത്തില്ലേ, അതുപോലെയാണ് ഇങ്ങനെയുള്ള നെഗറ്റീവ് അഭിപ്രായങ്ങൾ. നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ സീനിയറോട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. വേറെ ആരോടും നിങ്ങൾ ഡിസ്കസ് ചെയ്യരുത്. കാര്യം നിങ്ങൾക്കൊരു സൊല്യൂഷൻ ഉണ്ടാവില്ല. ദേ ആർ നോട്ട് ജെന്യുവൻലി ഇൻട്രസ്റ്റഡ് ഇൻ യുവർ സക്സസ്. അതാണ് അതിന്റെ സീക്രട്ട്. നിങ്ങളുടെ സക്സസ്സിൽ ജെന്യുവനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ആരാന്ന് വെച്ചാൽ മോഡി കെയറിൽ ഈ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യുന്ന നിങ്ങളുടെ സീനിയർ ലീഡർ. നമ്മളെ രവീന്ദ്രൻ സാറിനെ പോലെ, നമ്മളെ പ്രകാശ് സാറിനെ പോലെ, നമ്മുടെ രാംദാസ് സാറിനെ പോലെ, നമ്മുടെ നാസർ ഖാൻ സാറിനെ പോലെ, നമ്മളെ തുളസ് സാറിനെ പോലെ, ലേന മനോജിനെ പോലെ, അങ്ങനെ നിരവധിയായ കമ്മിറ്റഡ് ആയിട്ടുള്ള ലീഡർഷിപ്പ് ഉണ്ട് ഇവിടെ. അവരോട് നിങ്ങൾ ചോദിച്ചാൽ മതി. അവരോട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും. എന്ത് ചലഞ്ചസ് ഉണ്ടെങ്കിലും ഒരിക്കലും ഒരു ക്രോസ് ലൈൻസിനോട് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പാടില്ല. ചെയ്താൽ നിങ്ങളുടെ ഭാവി അവിടെ തീർന്നു. സോ ഇതൊരു വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു അവസരമാണ്. എത്ര ലെവലിൽ വേണമെങ്കിലും, നേരത്തെ കണ്ട മാസ്ലാസ് ഹൈറാർക്കിയിൽ ഒന്ന് നിങ്ങൾ നേടിക്കഴിയുമ്പം അടുത്തത് സെറ്റ് ചെയ്യണം. അതാണ് സക്സസ് ഈസ് എ ജേണി എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ ചിലപ്പം ഫിസിയോളജിക്കൽ നീഡ്സിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ തുടങ്ങുന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് അതൊരു 10,000-25,000 രൂപ ഇൻകം നമുക്ക് അതിൽ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. 1 ലക്ഷം രൂപ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ ഇൻകം വരും. 2 ലക്ഷം രൂപ, 5 ലക്ഷം രൂപ, അങ്ങനെ മാറണ്ടേ. നേരത്തെ കണ്ടില്ല, ഒരു ചെണ്ടക്കാരൻ ബെൻസിൽ നടക്കുകയാണ് 5 വർഷമായപ്പോൾ. ദിവസം 500,000 രൂപ കിട്ടുന്ന ശ്രീജിത്ത് എന്ന് പറഞ്ഞ പട്ടാമ്പിയിലെ ചെണ്ട വിദ്വാൻ. ചെണ്ട അവന്റെ പാഷനാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ മോഡി കെയർ കിട്ടിയത്. മോഡി കെയർ അവന്റെ പാഷനായി. അവൻ ലക്ഷങ്ങൾ വരുമാനം നേടി. ജീവിതം മാറി 5 വർഷം കൊണ്ട്. അതിന് സ്വപ്നം കാണാൻ കഴിയൂ. അതുപോലുള്ള മാറ്റങ്ങൾ ഡിയർ ഫ്രണ്ട്സ്, വലിയ വലിയ നേട്ടങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. നമ്മുടെ എല്ലാ ലീഡർഷിപ്പും, ഈ പ്രസന്റേഷന് വന്ന ലീഡർഷിപ്പ് എല്ലാം വളരെ നന്നായിട്ട് നമ്മൾ ഒരുമിച്ചിരുന്ന് ഡിസൈൻ ചെയ്ത് പ്രസന്റേഷൻ പ്ലാൻ ചെയ്താണ് ലീഡേഴ്സുമായിട്ട്. അവരെല്ലാവരും വളരെ നല്ല രീതിയിൽ അതുക്ക് മേലെ, ഞാൻ ആഗ്രഹിച്ചതുക്കും മേലെ അവർ ഓരോരുത്തരും ട്രെയിനിങ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ട്രെയിനേഴ്സിനും, സാറ്, ലേന മനോജ്, നാസർ ഖാൻ സാറ്, തുളസ് സാറ്, അതുപോലെ രവീന്ദ്രൻ സാറിന് ചില പേഴ്സണൽ കാര്യങ്ങൾ കാരണം ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. രാംദാസ് സാറിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയും. സാർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഉള്ള അസൗകര്യം. സോ അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിനകത്ത് പാർട്ടിസിപ്പൻസ് ആണ്. നമ്മളെ നെക്സ്റ്റ് ലെവൽ ലീഡർഷിപ്പിലുള്ള ആൾക്കാർ, നിങ്ങൾ ഓരോരുത്തരും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർ. ഞാൻ എൻ്റെ ഫാമിലി, കുടുംബത്തിൻ്റെ ഒരു അംഗത്തെ പോലെയാണ് ഞാനും ലേന മനോജും ഓരോരുത്തരെയും കാണുന്നത്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്തിട്ടാണ്, ഒരു പോസ്റ്റർ ഇടണമെങ്കിൽ പോലും ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഞാൻ ഇടുന്നതും ലേന മനോജ് ഇടുന്നതുമായിട്ട് ഒരു വ്യത്യാസമില്ല. ഒരുമിച്ചാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഈ ബിസിനസ്സാണ് യഥാർത്ഥത്തിൽ ഞങ്ങളെ അങ്ങനെ ചിന്തിക്കാനും ആർക്കും മാതൃകയാവുന്ന ഒരു ഫാമിലി ആയിട്ട്,
ഒരു സക്സസ്ഫുൾ ഫാമിലി ആയിട്ട് ഞങ്ങൾക്ക് നിങ്ങളെ മുന്നിൽ വരാനും കഴിഞ്ഞത് ഈ ബിസിനസ്സിലെ ട്രെയിനിങ്സ് ആണ്, ഡിയർ ഫ്രണ്ട്സ്. സോ അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും പല പല ചലഞ്ചസ് ഉണ്ടാവും, സാമ്പത്തികമായും ഫാമിലിപരമായും എല്ലാം നന്നാവും. മോഡി കെയർ നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാന്നുണ്ടെങ്കിൽ, പോസിറ്റീവായിട്ട് ചിന്തിക്കാന്നുണ്ടെങ്കിൽ, എല്ലാവർക്കും നിങ്ങളുടെ ജീവിതവും കുടുംബവും മക്കളും എല്ലാം നന്നായി വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്താണ്. വിഷ് യു ആൾ ദി സക്സസ്. സോ ഈ ട്രെയിനിങ്ങുകളെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മൾ തുടർച്ചയായിട്ട് ഇത്രയും ദിവസം നമ്മളോടൊപ്പം സഹകരിച്ച എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈ സ്ലൈഡുകൾ ചിട്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഇതൊന്നും കമ്പനിയുടെ സ്ലൈഡല്ല. ഇതെല്ലാം അതിൻ്റെതായ അടുക്കും ചിട്ടയായിട്ട് ഓരോരുത്തർക്കുള്ള പ്രസന്റേഷനും സ്വന്തം പ്രസന്റേഷനും എല്ലാം. ഞാൻ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും മനോജ് സാർ പല കാര്യങ്ങളും കേൾക്കാറ് പോലുമില്ല. അത് ഇരുന്ന് എല്ലാം ചിട്ടപ്പെടുത്തി എനിക്ക് നല്ലൊരു അഭിമാനം എനിക്ക് ഉണ്ട്. അതില് നല്ല രീതിയിൽ നമ്മുടെ കൂടെ സഹകരിച്ച പ്രസന്റേഴ്സ് പ്രകാശ് സാറായാലും നാസർ ഖാൻ സാറായാലും തുളസ് സാറായാലും പിന്നെ എന്നെ കൊണ്ടും കഴിയുന്ന രീതിയിൽ ഞാൻ നല്ലവണ്ണം പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ആ പ്രസന്റേഷൻ ചെയ്ത എല്ലാവർക്കും ഞാൻ അതിനൊരു നന്ദി ഞാൻ പറയുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഓരോ പാർട്ടും ഇപ്പം ആര്യ തന്നെ ഒരു ദിവസമേ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെന്ന് പറഞ്ഞുള്ളൂ. അപ്പൊ ആരൊക്കെ തുടർച്ചയായിട്ട് പങ്കെടുത്തു എന്ന് നമുക്കറിയാം. ഇന്ന് പലർക്കും അത്രയും ദിവസം കൃത്യമായിട്ട് വന്നിട്ട് ഇന്ന് വരാൻ പറ്റാത്ത കുറച്ച് പേരുണ്ട്. ബോംബെയിൽ നിന്ന് താര മാമിന് ഇന്ന് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അങ്ങനെ കുറച്ച് പേർക്ക് ഇത് മിസ്സായിട്ടുണ്ട്. എന്നാലും എല്ലാ പാർട്ടുകളും നമ്മുടെ ഓരോ സെക്ഷൻ എന്ന് പറഞ്ഞാലും നമ്മുടെ ബിസിനസ് വിജയത്തിന് പ്രത്യേകം സഹായം നൽകുന്ന ഓരോ കാര്യങ്ങളാണ്. സ്പോൺസറിങ് ആയാലും ലീഡേഴ്സിനെ ബിൽഡ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ അഫർമേഷനിലൂടെ ശക്തിപ്പെടുത്തി എടുക്കണം. നമുക്ക് നേടാൻ കഴിയുമെന്നുള്ള കാര്യം. ഇപ്പൊ ഞാനൊക്കെ അങ്ങനെ ഒരു സബ്ജക്റ്റ് ഒക്കെ പ്രസന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ ഭയങ്കര വണ്ടറായിപ്പോയി. എനിക്ക് തന്നെ ഒരു ഇന്നറായിട്ട് എന്റെ മൈൻഡിൽ തന്നെ കുറെയൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ ഒരു ചേഞ്ച് എനിക്ക് ആ ട്രെയിനിങ്ങിൽ കൂടി ഞാൻ ചെയ്തപ്പോഴേ എനിക്ക് എന്റെ മൈൻഡിൽ കൂടെ ഒരു ചേഞ്ച് സംഭവിച്ചതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ കുറെ നല്ല കാര്യങ്ങൾ സംഭവിച്ചു, കുറെ മോട്ടിവേഷൻ കിട്ടി. അപ്പം ഇന്ന് സംസാരിച്ച കാര്യം പോലെ എന്ന് പറഞ്ഞാല് നമ്മള് ഈ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മള് ഒരാള് തന്ന് നമ്മളത് കേട്ടു, ഇത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പോകരുത് ഒരിക്കലും. മോട്ടിവേഷനെ കുറിച്ച് ഇന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ നമ്മുടെ മൈൻഡിൽ നമ്മൾ തന്നെ സ്വയം മോട്ടിവേറ്റഡ് ആയിട്ട് ഇനിയുള്ള കാര്യങ്ങൾ, നാളെ August 1 നല്ലൊരു മാസം തുടങ്ങുകയാണ്, ഓണം തുടങ്ങുകയാണ്. അപ്പോഴും നമ്മളുടെ പ്രവർത്തനം അതേ രീതിയിലായിരിക്കണം. അതിനു വേണ്ട എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ഈ പോസിറ്റീവ് ടീമിലെ ലീഡേഴ്സ് ഉൾപ്പെടെ, ഞാൻ ഉൾപ്പെടെയുള്ള ലീഡേഴ്സ് എല്ലാം നൽകും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, എന്ത് കാര്യങ്ങൾ നിങ്ങൾക്ക് എവിടെ ട്രെയിനിങ് കൊടുക്കണമെങ്കിലും, എവിടെ സ്പോൺസറിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യണമെങ്കിലും എല്ലാം, സൂം ആയാലും നിങ്ങളെ വന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ടായാലും ഏത് രീതിയിലും ഞങ്ങൾ ഉണ്ടാവും. പ്രത്യേകിച്ച് ഞാൻ എന്റെ ഒരു ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ നൽകുകയാണ് എന്ത് കാര്യത്തിനും. പിന്നെ ആ ഓരോ പ്രസന്റേഷനും നിങ്ങൾക്ക് ഇപ്പം എല്ലാം ഉള്ളിൽ ഉണ്ടാവില്ല, എന്നാലും പൊതുവില് നല്ലതായിരുന്നു, നന്നായിട്ടുണ്ടായി, സാർ ഇത്രയും എഫേർട്ട് എടുത്ത് എല്ലാം ചെയ്തു എന്നൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പൊ അതിനെല്ലാം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സിൽ വിജയമായിട്ടാണ് നിങ്ങൾ അതെല്ലാം ഓരോ പൊസിഷൻ. ഇപ്പൊ ഉഷ മാഡം പറഞ്ഞ കണക്ക് ടീമില് എല്ലാവർക്കും ഡയറക്ടർ ആകണം പെട്ടെന്ന്, അങ്ങനെയൊക്കെ ഉള്ള ആഗ്രഹങ്ങൾ ഉള്ളിൽ ഉണ്ടാകുക. 4 ടീമിനെ ഫോക്കസ് ചെയ്ത് നമ്മൾ ആദ്യത്തെ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ടർ, അത് നമ്മളെല്ലാവരും മിനിമം 50 PV 100 PV എന്നുള്ള ഒരു രീതിയിലേക്ക് എത്തണം. 20 PV ഒന്നും ഒരു കാര്യമേ അല്ല ഇതില്. 50 PV 100 PV എന്നുള്ള രീതിയിലോട്ട് നമുക്ക് ഉൽപ്പന്നങ്ങളുണ്ട്. അപ്പൊ അത് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്ത് നിങ്ങൾ ചിട്ടയോടുകൂടി, സ്ട്രാറ്റജിയോടുകൂടി, ഒരിക്കലും നമ്മള് ഡൗൺലൈൻസിനെ പൈസ കൊടുത്ത് ബിസിനസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അങ്ങനെ ഒരു സിസ്റ്റം അല്ല ഇത്. കുമാരൻ സാർ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു ആലോചിക്കേ വേണ്ട അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓരോരുത്തരും സെൽഫായിട്ട് ഏറ്റെടുക്കുമ്പോഴാണ് ഇവിടെ ബിസിനസ് വിജയിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങള് ഡൗൺലൈൻസ് ചെയ്യുക, അവരെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുക, അവരെ നമ്മൾ നല്ല രീതിയിൽ പ്ലാൻ പ്രസന്റ് ചെയ്യാനായിട്ട് പഠിക്കണം. പ്ലാൻ എങ്ങനെ പ്രസന്റ് ചെയ്യണം, 6 പാർട്ടായിട്ട് എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ള വീഡിയോസ് എല്ലാം നമുക്ക് ഇട്ട് തരുന്നുണ്ട്. അപ്പൊ അതെല്ലാം
നമ്മൾ സ്വയം പ്രാക്ടീസ് ചെയ്ത് നല്ല നല്ല പ്രസന്റേഴ്സ് ആയി മാറുക. ഇനി അടുത്ത എംബ്രൈസ് ഓഫ് പ്രസന്റേഷൻ വരുമ്പോഴത്തേക്ക് നിങ്ങൾ എല്ലാവരും ആയിരിക്കണം പ്രസന്റ് ചെയ്യാൻ മുന്നോട്ട് വരേണ്ടത്, ഇതുപോലെ ഓരോരോ പാർട്ടുകൾ. അപ്പൊ അതിനുള്ള ശക്തിയും Right. എല്ലാം നിങ്ങളുടെ ജീവിതത്തിലും അതുപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ്സിലും എല്ലാം നല്ല മിടുമിടുക്കികളായി വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വിഷ് യു ആൾ ദി സക്സസ്. ജയ് മോദി കെയർ. താങ്ക് യു Okay. മാം. താങ്ക് യു സർ. Okay. Thank you. Good night. All the best. All the best. വിദേശ യാത്രകൾ ചെയ്യാം നമുക്ക് ഒരുമിച്ച്. വലിയ വലിയ സ്വപ്നങ്ങൾ കാണുക. നമുക്ക് നേടിയെടുക്കാൻ ഞങ്ങൾ കൂടെയുണ്ട്. ഗുഡ് നൈറ്റ്. വിഷ് യു ഓൾ ദി